എനിക്ക് ഒരാളെ കുറിച്ച് പറയേണ്ടി ഇരിക്കുന്നു. അതായത് സാലിഹ. കഴിഞ്ഞ 114 ദിവസവും ഒരു ദിവസം പോലും ആബ്സെന്റ് വരാതെ ഇവിടെ സമരപ്പന്തലിൽ വന്ന ഏക മനുഷ്യൻ. ഞാൻ 100-ാം ദിവസം ഒരു സമ്മാനം കൊടുക്കുന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, എന്ത് സമ്മാനം ആര് തന്നാലും അതിനേക്കാൾ വലുത് വെറും തലമുറ എന്നും നിങ്ങളെയൊക്കെ ഓർക്കും എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കരുതുക. കൂടാതെ ഒരു സഹോദരി ഒരു മീറ്റിംഗിൽ പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ വൈകിട്ട് എന്റെ കുട്ടികളെ കൂടെ എന്റെ കൂടെ അയക്കോ. അല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ നമ്മളെ വളരെ നിൽക്കുന്ന വാക്കുകളാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴല്ല അതിന്റെ ആ ഒരു സുഖം കിട്ടാൻ. കാലം കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ആ വാക്കിന്റെ ഒക്കെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ പല സ്ത്രീകളും, എനിക്ക് ഓരോ ആളെ പേരെടുത്ത് പറയാൻ പറ്റില്ല. ഈ സമരത്തിന്റെ ഇതൊരു ജനകീയ സമരമായ കാലഘട്ടത്തില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വനിതാ നേതാവ് എന്ന് പറയാൻ ഐച്ചീറ്റയായിരുന്നു അന്നൊക്കെ. പിന്നീടാണ് നമ്മുടെ സുബൈത്തയും പിന്നെ ഇപ്പൊ കാണുന്ന എല്ലാവരും. അന്ന് ഐച്ചീറ്റയായിരുന്നു പൊതുവെ ചാനലുകളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉന്നാർത്തി ഉണ്ടായിരുന്നു. അതുപോലെ ഞാന് ഒരുപാട് ഈ സമരം തുടങ്ങിയ മുതൽ ഒരു സ്ത്രീയെ ഒരുപാട്, നമ്മളെ ജുബുവിനെ ഒരുപാട് തവണ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ജുബുവിനോട് പറയും, എന്നിട്ടും മനസ്സിന് വിഷമം ഉണ്ടാവുമ്പോൾ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് വിടും, ഞാൻ പറഞ്ഞൊന്നും മനസ്സിൽ കൊടുക്കണ്ട. പക്ഷെ ഞാനിപ്പം കരുതുന്നത്, അതായത് ഉമ്മ വളരെ അങ്ങേറ്റം സുഖമില്ലാതെ കിടക്കുമ്പോഴും എല്ലാ പരിചരണം നേരത്തെ ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് സമരപ്പന്തലിരിക്കുമ്പോൾ ആ സഹോദരിയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ കൂടാതെ ഇതിനു മുമ്പ് പിതാവ് മരിച്ച ജബീന, ഞാൻ കൈക്കുഞ്ഞ് തന്നെ എനിക്ക് എന്റെ ഓർമ്മയില്ല, ഞാൻ 2 കുട്ടികളായിരുന്നു ഓർമ്മിച്ചത്. കൈക്കുഞ്ഞിന്റെ അറിഞ്ഞത്, അതായത് സുഖമില്ലാതെ കിടന്ന ഉപ്പയും, അതായത് ഭാഗികമായി കണ്ണിന്റെ കാഴ്ചയുള്ള ഉമ്മയുടെ അടുത്താണ് ആ കുഞ്ഞിനെ, കൈക്കുഞ്ഞിനെ ഇട്ടാണ് ഇവിടെ സമരപ്പന്തലിൽ വരുന്നത്. പക്ഷെ പലരും ഇതിനു മുമ്പൊക്കെ തലശ്ശേരിനാലും ഇവിടുന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ സമരരംഗത്തും വരുന്നതൊക്കെ. ഷൈൻ ചെയ്യാൻ പല മേഖലകളുണ്ടാവുമ്പോൾ ഇതൊക്കെ എന്ത് ഷൈൻ ചെയ്താ? ഇത്രയും ത്യാഗം സഹിച്ചാണ് ഇവിടെ പലരും സമരരംഗത്ത് വരാറുള്ളത്. പിന്നെ എല്ലാരെ കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ സുബൈത്ത ഒരുപാട് ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യം സംസാരിക്കാറുണ്ട്. പിന്നെ റസാഖ് ഭായിനെ ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല. മൂസോട്ടിക്ക, പിന്നെ ആരൊക്കെ പറയേണ്ടതാ, പ്രായം മറന്ന് നമ്മോടൊപ്പം ഉള്ള അവോകർക്കായാലും മാഷ് മമ്മൂട്ടിക്ക, ഇതാ എല്ലാവരും. പിന്നെ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമരപ്പന്തലില്. എന്താ പറയാ, എന്നും കാണുന്ന സൈനബ്ക. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാക്കിയ മനുഷ്യനാണ് മഹമൂദ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കുറച്ച് നമ്മുടെ മുദ്രാവാക്യമൊക്കെ വാട്സ് കൂടുതലാണെന്ന പൊതുവെ എല്ലാവരും പറയുന്നത്. വേറെ എനിക്ക് പിന്നെ CP സമരം തുടങ്ങിയാലും മുതൽ നമ്മള് രാത്രിയും പകലുമായിട്ട്, അതായത് സമരം മുഖത്തല്ലാതെ അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് CP. ഇതിനെ കൂടാതെ AP അർഷാദ് ഇവിടെ വന്നിട്ടില്ല, എല്ലാവരും. പിന്നെ അജയാട്ടൻ. ഈ സമരം ഏകദേശം 1999 ഫസ്റ്റ് അതൊരു നിമിത്തം പോലെയാണ്. ഞാനും റഹീമും പിന്നെ വേറെ നൗഷാദ് എന്ന് പറഞ്ഞ, സത്യത്തിൽ സമരം എന്താന്ന് പോലും അറിയില്ല, ഒരു ജാഥക്ക് പോലും പോയിട്ടില്ല നമ്മളൊന്നും. പക്ഷെ ഒരു കുട്ടിയുടെ കൈക്ക് ചൊറിയേണ്ടതിന്റെ പേരില് നമ്മളിങ്ങനെ എന്റെ വീടിന് മുമ്പിൽ ഞാനും റഹീമിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കൈ കണ്ട ഒരു വ്രണാണ്. ഇങ്ങനെ ഇത് നമുക്ക് സത്യത്തിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പോയി, നമുക്ക് എങ്ങനെയായിട്ട് അങ്ങ് തോന്നിയത് ഒരു നിമിത്താണ്. അതായത് ഞാനന്ന് റഹീമിനെയും കൂട്ടി എല്ലാ വീടുകളിലും പോയി, എല്ലാവരും വരുമെന്ന് പറഞ്ഞു. അന്ന് ഐസിയിലായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. അന്ന് ഒരു 23 ദിവസം നീണ്ടുന്ന ആദ്യത്തെ സമരം.
അന്ന് നമുക്ക് ഒരുപാട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് വാക്കുകൾ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും അന്ന് നാസർക്ക് ഏറ്റെടുത്ത നാസർ ഖാനെയാണ് അന്ന് നമുക്ക് നേതൃത്വം നൽകിയത്. പിന്നെ ജമാലിനെ പറയേണ്ടില്ല, എല്ലാവർക്കും സമരത്തിന്റെ എല്ലാ ബുദ്ധി കേന്ദ്രമാണ് സമരത്തിന്റെ നമ്മുടെ. പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞത് പരാമർശിച്ച ഒരു പേര് അജയേട്ടൻ. അന്ന് അജയേട്ടൻ ഗൾഫിലാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ ആദ്യമായിട്ട് അന്ന് പരാമർശിച്ച ഒരു പേര് അജയേട്ടൻ. ഇപ്പോൾ ഓർക്കുന്നത് അജയേട്ടൻ്റെ. പിന്നീടാണ് മറ്റുള്ളവരുടെ വന്നതും പിന്നീട് ആൾക്കാർ വന്നത് പിന്നീടാണ്. വേറെ എനിക്ക് എല്ലാവരോടും നന്ദി. നിങ്ങളെല്ലാം പറഞ്ഞതിന് ഞാൻ അർഹത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇപ്പം കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വം തോന്നുന്നു. ഇപ്പൊ എനിക്ക് ബദലായി എൻ്റെ ഉപ്പ ഉണ്ട്, പിന്നെ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ട്. വേറെ പിന്നെ സജ്ജാദ്, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സജ്ജാദ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ സമരമായിട്ട് ബന്ധപ്പെടാത്ത കുറെ വീടുകൾ തിരഞ്ഞെടുത്ത് സിദ്ദീഖനെയും സജ്ജാദും പിന്നെ കുറച്ച് കുട്ടികളെയും കൂട്ടി എല്ലാ വീടുകളിലും പോയി നിർബന്ധമായി നിങ്ങൾ സമരത്തിൽ പങ്കുചേരണം. അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു, പുറത്ത് നിൽക്കുന്നതാണ്. ഞാൻ അവരെ കൂടെ ഉണ്ടായി, ഞാൻ വരുന്ന വഴി കേട്ടു. ഞങ്ങൾ ഏത് പന്തലായിരിക്കട്ടെ, പക്ഷെ സിദ്ദീഖും സജ്ജാദും തീർച്ചോ നിങ്ങൾ ഏത് പന്തലിരുന്നാലും സാരിയില്ല, പക്ഷെ നിങ്ങൾ സമരത്തിൽ വന്നിരിക്കണം. അത് ഏത് ബന്ധത്തിലിരുന്നാലും സാരിയില്ല. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് തോന്നിയ അവരെ ബന്ധത്തിൽ ഇരിക്കാത്തതുകൊണ്ടായിരിക്കും ഇത് വന്നതെന്നുള്ള നിലയിലാണ് അവർ ചോദിച്ചത്. പക്ഷെ സിദ്ദീഖും സജ്ജാദും പറഞ്ഞ് നിങ്ങൾ ഏത് ബന്ധത്തിലിരുന്നാലും സാരില്ല, പക്ഷെ സമരത്തിൽ എന്തായാലും പങ്കെടുത്തേ മതിയാവും, തീർത്ത് പറഞ്ഞു. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സമരത്തിന് ഗുണം ചെയ്യാൻ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പിന്നെ വേറെ പറയത്തക്ക ഒന്നും എനിക്കില്ല. ഇവിടെ ഇല്ലാത്ത എല്ലാവരോടും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കും.